നമസ്കാരം. ഒരു ദൃശ്യം കണ്ടതിന് ശേഷം മടങ്ങി വരാം. We are the people of the Indus Valley Civilization. We are not merely discussing a treaty. We are discussing the lifeline of more than 240 million people of Pakistan. When we identify ourselves as Pakistanis, we ask a question as to who we are. And if you go back into history, the Indus water civilization defines us as a people. Whenever I go abroad, I often tell my counterparts that we are the people of the Indus Valley Civilization. Our identification is that we are people based on the banks and tributaries of the mighty river Indus. And as they say, water is life. And Indus has given life to Pakistan. ഇത് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അഠാഉള്ള തരാറാണ്. അഠാഉള്ള തരാറിന് മാത്രമല്ല, പാകിസ്ഥാനിലെ മറ്റു പല ആൾക്കാർക്കും ഇപ്പോൾ ഇദ്ദേഹം സംസാരിച്ചതുപോലുള്ള ഒരു ബോധ്യം തോന്നുന്നുണ്ട്. അത്തരത്തിൽ അവർക്കൊരു ബോധം വച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ എവിടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലാണ് പറയാറ്, ഞങ്ങൾ ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ വലിയ സംസ്കാരത്തിൻ്റെ മക്കളാണ് എന്നൊക്കെ. അവർക്ക് ഇപ്പോഴാണിത് ബോധ്യമായത്. ആദ്യം അറബികളുടെ മക്കളായിരുന്നു, പിന്നെ തുർക്കികളുടെ മക്കളായി, പിന്നെ ഇതാ ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ചൈനയുടെ മക്കളായി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചൈനയുടെ മക്കളായിരുന്നു. ഇപ്പോൾ ഇതാ സിന്ധു നദിയുടെ തട സംസ്കാരത്തിൻ്റെ മക്കളായി പാകിസ്ഥാൻ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പരാവർത്തനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാന് വൈകിയാണെങ്കിലും വന്ന ബോധ്യത്തിന് നല്ല നമസ്കാരം. പക്ഷേ പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാലങ്ങളോളം നിങ്ങൾ വെള്ളവും മറ്റ് കാര്യങ്ങളുമെല്ലാം ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതിനു ശേഷം ഭാരതം നൽകുന്ന ഔദാര്യത്തിൽ പലതും അനുഭവിച്ച ശേഷവും ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് ഭീകരവാദമാണ്, ഭീകരവാദത്തിൻ്റെ വിത്തുകളാണ്. ഇവിടെ കയറി വന്നതിന് ശേഷം ഇവിടുത്തെ മനുഷ്യരെ കൊന്നൊടുക്കി ഇവിടുത്തെ മനുഷ്യരുടെ രക്തം കൂടി കുടിക്കേണ്ട ഒരു രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോഴൊന്നും ഓർത്തില്ലല്ലോ ഇൻഡസ് വാലി സംസ്കാരത്തിൻ്റെ മക്കളാണെന്ന്. ഇപ്പോഴല്ലേ ഓർത്തത്? എന്തായാലും പാകിസ്ഥാൻ ഇപ്പോഴെങ്കിലും ബോധ്യം വന്നല്ലോ. ഇന്ത്യ ഒന്ന് സിന്ധു നദിയുടെ ജലം ഡൈവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 50% ഈ മൺസൂണിൽ വഴി ലഭിക്കുന്ന ജലത്തിൽ കുറവ് പാകിസ്ഥാന് വന്നിരിക്കുന്നത്. അതുവഴി പാകിസ്ഥാൻ്റെ പച്ചക്കറി കൃഷിയും മറ്റ് കൃഷികളിലൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് പാകിസ്ഥാന് വന്നിരിക്കുന്നത്. വരൾച്ചയ്ക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പട്ടിണിക്ക് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് ഇതോടുകൂടിയെങ്കിലും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ആ രാജ്യം തന്നെ തകർന്നടിയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അഠാഉള്ള തരാർ മാത്രമല്ല, പാകിസ്ഥാൻ്റെ നാഷണൽ അസംബ്ലി മെമ്പേഴ്സിനും അവിടുത്തെ മറ്റ് മന്ത്രിമാർക്കുമെല്ലാം ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. ഭാരതം ഒന്ന് കടുപ്പിച്ചാൽ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ അവസ്ഥയെന്ന്. ഇതിനിടയിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്ററായ ഖ്വാജ ആസിഫ് പറയുകയുണ്ടായി, ഭാരതത്തിന് നേരെ ഒരു ശക്തമായ ആക്രമണമൊക്കെ നടത്തുമെന്ന്. പക്ഷേ ഭാരതത്തിന് നേരെ ഒരു ആക്രമണം നടത്തുവാനുള്ള ഒരു കെൽപ്പ് പാകിസ്ഥാൻ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം, നല്ല ബോധ്യം അവർക്കുണ്ട്. കാരണം ഭാരതത്തിനെതിരെ അവർ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആരംഭിക്കും. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം പുനരാരംഭിക്കുകയാണെങ്കിൽ അന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ, ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അങ്കലാപ്പ് തോന്നി അവർക്ക്. അവർ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ആ 4 ദിവസത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം നിർത്തിവെക്കാൻ തയ്യാറായത്. അങ്ങനെ ഒരു അവസ്ഥ വീണ്ടും പാകിസ്ഥാൻ ഉണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയാൽ തീർച്ചയായും പാകിസ്ഥാൻ പലതായി വേർപിരിക്കപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതെന്തായാലും വേർപിരിക്കപ്പെടും. കാരണം പാകിസ്ഥാൻ്റെ അവസ്ഥ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയായാലും POK ആയാലും പിന്നെ അവിടെ നിന്ന് ബലൂജ് ആയാലും ഒക്കെ സിന്ധ് പ്രവിശ്യയായാലും ഒക്കെ പാകിസ്ഥാന് വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടങ്ങളിൽ നിന്നൊക്കെ വലിയ ശക്തമായ ആക്രമണങ്ങളാണ് പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തരമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാകിസ്ഥാന് ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവാമി ജോയിൻറ്റ് കമ്മിറ്റിയുടെ ആക്ഷൻ POKയിലാണ് എങ്കിൽ ബലൂജ് ആർമിയുടെ ആക്ഷനാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. സിന്ധിൽ പ്രത്യേക തരത്തിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ പാകിസ്ഥാൻ വല്ലാതെ ചുരുങ്ങിപ്പോയിരിക്കുന്നു.
പ്രവശ്യ മാത്രമായി പാകിസ്ഥാൻ ചുരുങ്ങി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഭീകരവാദം തന്നെ 50%-ലേറെയായി പാകിസ്ഥാനിൽ. ഇന്ത്യയിലേക്ക് അവർ ഒരു കാലഘട്ടത്തിൽ കയറ്റി അയച്ചിരുന്ന ഭീകരവാദം ഇപ്പോൾ അവർക്ക് തന്നെ വലിയ തലവേദനയാകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇതിൽ നിന്നൊന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അമ്മാതിരിയുള്ള കുടുക്കാണ് പാകിസ്ഥാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. കേവലം മതം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു രാജ്യത്തെ മുന്നോട്ട് നീക്കാമെന്ന് പാകിസ്ഥാൻ വല്ലാതെ വ്യാമോഹിച്ചു. അതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കാശ്മീർ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമം നടത്തി ഭീകരവാദികളെ ഇങ്ങോട്ട് അയച്ചു. ഇപ്പോൾ അതേ ഭീകരവാദികൾ പാകിസ്ഥാനെ തന്നെ വരിഞ്ഞു മുറുക്കുന്നു. മാത്രമല്ല, ഭീകരവാദികളെ അജ്ഞാതർ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഭീകരവാദികളെ ഇങ്ങോട്ട് അയക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വരും, ഒരു അജ്ഞാതൻ വരും, തട്ടും, അതിനുശേഷം അവരങ്ങ് മടങ്ങിപ്പോകും. ഇതാണ് പാകിസ്ഥാനിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും പാകിസ്ഥാന് ഇതിൽ നിന്ന് ഒരു മോചനമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പാകിസ്ഥാനെതിരെ നിരന്തരമായ രീതിയിലുള്ള ആക്രമണം ഇനി ഉടൻ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുള്ള പ്രോക്സി വാർ ഇനിയും പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നല്ല പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും. പലതവണ അത് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിട്ടും മനസ്സിലാകുന്നില്ല. ഇടയ്ക്കൊക്കെ ഈ ഖ്വാജ ആസിഫ്മാരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരൊഴിച്ച് ഭീകരവാദികൾക്ക് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹാഫിസ് സയ്യിദിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കിരാന കുന്നുകളിൽ അവരുടെ ആണവായുധങ്ങൾ അടക്കം അവരുടെ അണ്വായുധ ശേഖരവും യുറേനിയം സമ്പുഷ്ടീകരണവും ഒക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന് വളരെ നല്ല രീതിയിലുള്ള പണി തന്നെയാണ് ആ സമയത്ത് കിട്ടിയത്. ഇനിയും ഇങ്ങോട്ട് കയറി വന്നാൽ കയ്യോടെ പണി വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകാം. മുമ്പത്തെ പോലെ മാറ്റിവെക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ, വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു പോകാം.